കുമ്പള പഞ്ചായത്തിൽ പരാതി ബോധിപ്പിക്കാനെത്തിയ സാമൂഹ്യ പ്രവർത്തകന്റെ വീഡിയോ പകർത്തിയ യൂത്ത് ലീഗ് നേതാവിനെതിരെ IT നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ ഇരിട്ടി മുഹമ്മദ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകി. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാനെത്തിയതായിരുന്നു സാമൂഹ്യ പ്രവർത്തകൻ ഇരിട്ടി മുഹമ്മദ്. ഇരിട്ടി മുഹമ്മദിന്റെ ചോദ്യങ്ങൾക്ക് യൂത്ത് ലീഗ് നേതാവ് യൂസഫ് ഉളുവാർ മറുപടി നൽകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇടുന്നാളോടാണ് മെയിൻ പറയുന്നത്. അല്ലല്ല, അതിൽ അങ്ങനല്ല. പഞ്ചായത്തിന്റെ സംവിധാനം ഉണ്ടാക്കിയില്ല. ഈ വന്ന വിഷയത്തിലുണ്ടല്ല, ഇങ്ങനെ നിവേദനത്തിൽ ഒന്ന് പഞ്ചായത്ത് വേറെ കൊടുക്കി രാഷ്ട്ര ഭരണ സമിതി യോഗം പിന്നെ നിവേദനം ചർച്ച ചെയ്യണം. ഞാൻ അതൊക്കെ റദ്ദുശാക്ക് പറ്റും ചോദിച്ചാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ അന്ന് വീട്ടിൽ അതിന്റെ പേരിൽ അപ്പൊ പിന്നെ റദ്ദുശാക്ക് എനിക്കൊന്നും പ്രശ്നമില്ല. അത് അമ്മ പിന്നെ വേറെ പിന്നെ ഈ റോഡിന്റെ കാരണങ്ങൾ എന്തോ ശരിയാക്കി അയ്യെടുത്തത് ആ പൈസ നമുക്ക് എന്ത് ദിവസം എനിക്കൊന്നും പരാതിയില്ല. ആവശ്യമുള്ള എന്നാൽ സർക്കാർ സ്ഥാപനത്തിൽ പരാതി ബോധിപ്പിക്കാനെത്തിയ വ്യക്തിയുടെ അനുവാദമില്ലാതെ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ദൃശ്യത്തിന് അടിക്കുറിപ്പായി വന്നത് സാമൂഹ്യ പ്രവർത്തകൻ ഇരിട്ടി മുഹമ്മദിനെ യൂത്ത് ലീഗ് നേതാവ് യൂസഫ് ഉളുവാർ വെള്ളം കുടിപ്പിക്കുന്നു എന്ന രീതിയിലാണ്. ഇത്തരത്തിലുള്ള വീഡിയോ പകർത്തിയ നടപടി അത്യന്തം ഹീനകരമാണ്. അതും പൊതുപ്രവർത്തന രംഗത്ത് നിലകൊള്ളുന്ന വ്യക്തി തന്നെ ചെയ്യുന്നത് ന്യായീകരിക്കാനാവില്ല. തെറ്റു ചെയ്തവർക്കെതിരെ തക്കതായ നടപടി ബന്ധപ്പെട്ടവർ കൈക്കൊള്ളേണ്ടതുമാണ്. സർക്കാർ സ്ഥാപനത്തിൽ പരാതി ബോധിപ്പിക്കാനെത്തിയ ആളുകളോട് ഇത്തരത്തിലുള്ള കൃത്യം ചെയ്തത് ചിലപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിരിക്കാം. ഞാൻ ഈ ഇടയിൽ കുമ്പള പഞ്ചായത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് അവിടെ എന്തോ പരാജയം, കുമ്പളയിൽ തന്നെ പരാജയം കൊണ്ടുവന്നത്. പഞ്ചായത്തിൻ്റെ തൊട്ടടുത്തതാണ് ഈ മാർഗാട്ടി. ഈ മാർഗാട്ടിൻ്റെ അകത്ത് മാർഗാട്ടിയിൽ മീൻ വെക്കാൻ ഇരിക്കുന്നില്ല. അപ്പോൾ ആ മാർഗാട്ടിൽ ഈ മൊത്തം ഈ കുമ്പളക്കുള്ളത് 4 ബാത്റൂമാണ്. മുസ്ലിംസിന് പോയിട്ട് പിന്നെ പള്ളിയിൽ പണാൻ പോവാ. ആടെയുള്ള മൊത്തം ജനങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്നാലും ബസ്സിൽ ഇറങ്ങിയ ആൾക്കും ആർക്കും ഒരു ബാത്റൂമില്ല. ഒരു പെണ്ണുങ്ങൾക്ക് ഒരു ബാത്റൂമും ആണുങ്ങൾക്ക് ബാക്കിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ പരാജയം പറയാൻ വേണ്ടി പോയത്. പരാജയം എഴുതി കൊടുക്കാൻ വേണ്ടി തന്നെ പോയത്. അപ്പോൾ ഇവൻ എന്നെ അറിയാത്ത ആടുന്നൊരു വീഡിയോ എടുത്തു ഒരാൾ. ആരും എനിക്കറിയില്ല, ഞാൻ അറിയില്ല. ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ വീഡിയോ എൻ്റെ അവിടെ സംസാരിക്കുന്ന മറ്റേ പിന്നെ കൊഞ്ചാറിനല്ലേ പാടി നമ്പർ മുമ്പത്തെ സംശയം. ആരും എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾക്ക് സംസാരിച്ചു നോക്കിയോ. അപ്പോൾ ഓനെ എന്നെ അറിയാതെ വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ. ഓൻ്റെ മോള് നല്ല ആക്ഷൻ എടുക്കണം. ഇനി പഞ്ചായത്ത് ഓഫീസിൽ എങ്ങനെ സാറേ പോകുന്നത്? ഞാൻ ഏത് ഓഫീസിൽ കയറില്ല. കാരണം ഇതിങ്ങനെ എൻ്റെ വീഡിയോ അറിയാതെ എടുക്കേണ്ടതായിട്ട് തന്നെ ഞാൻ പോകാല്ലേ. സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന പൊതുപ്രവർത്തകരെ ഇത്തരം രീതികളിലൂടെ അപമാനപ്പെടുത്തുന്നത് അത്യന്തം ഖേദകരം തന്നെയാണ്. യൂസഫ് ഉളുവാറിന്റെ മണൽക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു പൊതുപ്രവർത്തകൻ സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റിന് ഫോൺ കോൾ വഴി ഭീഷണിപ്പെടുത്തുന്നതും തെറി വിളിക്കുന്നതുമായ ഒരു ഓഡിയോ ക്ലിപ്പ് നേരത്തെ തന്നെ യൂസഫ് ഉളുവാറിന്റെ പേരിൽ വിവാദമായിരുന്നു. എന്താ പറയുമ്പോ കൊള്ളു എനിക്കിപ്പോ അല്ല പറയുമ്പോ കൊള്ളു. അംഗീകൃത കടവും അങ്ങനെ കടവിന്റെ പേരിൽ എത്ര എത്തും? നീ മാന്യമായി സംസാരിക്കും, അല്ലാതെ വെറുതെ ഇങ്ങനെയല്ല പറയാം. രാഷ്ട്രീയ ഇങ്ങനെ സംസാരിക്കുന്നത് രാഷ്ട്രീയം രാഷ്ട്രീയത്തിലേക്ക് പഠിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാവ്. പബ്ലിക് കേരള.